2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കണ്ടുകൊണ്ട് കേരളത്തിൽ നിന്നുള്ള ചില കോൺഗ്രസ് എംപിമാർ ചില കാര്യങ്ങൾ അങ്ങ് തീർച്ചപ്പെടുത്തിയിരിക്കുകയാണ്. അതായത് ഇനിയിപ്പോൾ അവിടെ ഡൽഹിയിൽ നിന്നിട്ട് കഥയൊന്നുമില്ല, വെറും എംപിമാരായി കഴിയാം എന്ന് മാത്രമേ ഉള്ളൂ. അതും മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാർ, നിരവധി വട്ടം എംപിമാരായിട്ടുള്ളവർ. അപ്പോൾ അവര് സ്വാഭാവികമായിട്ടും എന്തായിരിക്കും ആലോചിക്കുക? കേരള രാഷ്ട്രീയത്തിലേക്ക് വന്ന് നിയമസഭയിൽ മത്സരിക്കുക, വിജയിച്ചു കഴിഞ്ഞ UDF അധികാരത്തിൽ വന്നാൽ മന്ത്രിയാകാം. അതാണല്ലോ ഏറ്റവും പ്രധാനം. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇനിയും ദേശീയ തലത്തിൽ പ്രസക്തി നഷ്ടപ്പെട്ടു. പാർട്ടി തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഏക പച്ചത്തുരുത്തെന്ന് പറയുന്നത് കേരളമാണ്. ഒരുപക്ഷെ കിട്ടിയാൽ ഒരു തവണ മാത്രമേ ഇനിയും സാധ്യതയുള്ളൂ. അത് കഴിയുമ്പോഴേക്കും BJP കേരളം പിടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ BJPയിലേക്ക് ചേക്കേറണം. അങ്ങനെ ചേക്കേറാൻ നോക്കിയിരിക്കുമ്പോഴേക്കും ഇവർക്ക് പ്രായവും കൂടി വരും. അപ്പോൾ പിന്നെ ചില സ്ഥാനങ്ങളൊക്കെ നഷ്ടപ്പെടുകയും ചെയ്യും. അതുകൊണ്ടുള്ള സമയം പാഴാക്കാതെ എത്രയും വേഗം ഡൽഹിയിൽ നിന്ന് വണ്ടി കയറാൻ തീർച്ചപ്പെടുത്തിയിരിക്കുകയാണ് ചില കോൺഗ്രസ് എംപിമാർ. അത് ഹൈക്കമാൻഡ് ഇതിനകത്ത് എത്രത്തോളം പച്ചക്കൊടി കാണിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഇനി അറിയേണ്ടത്. ഇതൊക്കെ ഇവരുടെ സ്വയ തീരുമാനമാണ്. ഹൈക്കമാൻഡ് ഇത് അംഗീകരിക്കണമെന്നില്ല. ഇവർ കേരള രാഷ്ട്രീയത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കോൺഗ്രസ്സുകാരല്ലേ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അധികാരത്തിന് വേണ്ടി ഒരുവൻ മറ്റൊരുവന്റെ കാലിൽ പിടിച്ചു വലിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് എല്ലാവരെയും കൂടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയാവും. മന്ത്രിമാരുടെ എണ്ണം ഇതിലും ഇരട്ടിയാക്കേണ്ടി വരും. നിയമസഭാ സീറ്റ് വർദ്ധിപ്പിക്കേണ്ടി വരും. അപ്പോൾ ഹൈക്കമാൻഡ് ഇതിന് എത്രത്തോളം അംഗീകാരം കൊടുക്കും എന്നുള്ളതാണ് അറിയേണ്ടത്. പക്ഷെ ചിലർക്ക് ചില കാര്യങ്ങളിൽ അംഗീകാരം കൊടുക്കാൻ സാധ്യതയുണ്ട്. കാരണം അത് കേരളത്തിലെ രാഷ്ട്രീയത്തിനകത്തൊരു ജാതി സമവാക്യം നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് ആരിലേക്കാണ് പോകേണ്ടതെന്നുള്ളത് ഞാൻ പറയാം. അതായത് ഇനിയിപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ഇത്തരത്തില് ചില എംപിമാർ ഇങ്ങോട്ടേക്ക് വന്നു കഴിയുമ്പോൾ അത് പ്രധാനമായിട്ട് വരാൻ ആഗ്രഹിച്ച് നിൽക്കുന്നവർ കൊടിക്കുന്നിൽ സുരേഷ് മാവേലിക്കര മണ്ഡലമാണ്, കെ സുധാകരൻ കണ്ണൂർ മണ്ഡലം, ആന്റോ ആന്റണി പത്തനംതിട്ട മണ്ഡലം, MK രാഘവൻ കോഴിക്കോട് മണ്ഡലം, ബെന്നി ബെഹനാൻ ചാലക്കുടി മണ്ഡലം, അടൂർ പ്രകാശ് ആറ്റിങ്ങൽ മണ്ഡലം, രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർഗോഡ് മണ്ഡലം. ഈ 7 പേരാണ് പ്രധാനമായിട്ടും കേരള രാഷ്ട്രീയത്തിലേക്ക് വരിക, നിയമസഭയിൽ മത്സരിച്ച് മന്ത്രിയാകുക. ഇവരെല്ലാവരും തന്നെ ഈ പേരുകൾ ഇത്രയും കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് മുതിർന്നവർ തന്നെയാണ്. നിരവധി വട്ടം ഇതിൽ കൊടിക്കുന്നിൽ സുരേഷ് 8 തവണയായിട്ട് MP ആണ്. മാവേലിക്കര മണ്ഡലത്തിൽ നിന്നാണ് ഇപ്പോൾ MP സ്ഥാനം. അപ്പോൾ തീർച്ചയായിട്ടും കൊടിക്കുന്നിലിനെ സംബന്ധിച്ചിടത്തോളം ഈ അധികാരം അങ്ങ് തലയ്ക്ക് പിടിച്ച് ആർത്തി പൂണ്ട് നടക്കുകയാണ്. KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് നോക്കുന്നു. എല്ലാത്തിനും ഉപരിയായിട്ട് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഈ ജാതി കാർഡ് ഉയർത്തി കാണിക്കുന്നു. അതിലൂടെ കാര്യനേട്ടം എത്തിക്കാൻ വേണ്ടി ഉള്ള നെട്ടോട്ടം. അപ്പോൾ കൊടിക്കുന്നിൽ സുരേഷ്, അതുപോലെ തന്നെ കെ സുധാകരൻ നമുക്കറിയാം അനാരോഗ്യത്തിന്റെ പേരിലാണ് KPCC അധ്യക്ഷ പദവിയിൽ നിന്ന് മാറ്റിയത്. അത് എന്തുകൊണ്ട് അനാരോഗ്യ പദവിയിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരള രാഷ്ട്രീയത്തിൽ ഒരു ജാതി സമവാക്യം നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ വിഭാഗക്കാരെയും പ്രത്യേകിച്ച് ന്യൂനപക്ഷ സമുദായത്തിനെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി തന്നെയാണ്, അല്ലെങ്കിൽ അവരെ UDFയിലേക്ക് ചേർത്ത് കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് സണ്ണി ജോസഫിനെ KPCC അധ്യക്ഷ സ്ഥാനത്ത് കൊണ്ടുവന്ന് സുധാകരനെ അങ്ങ് ഒരു മൂലയ്ക്ക് ഇരുത്തിയത്. ഇത് വെള്ളാപ്പള്ളി നടേശനെ വളരെയധികം ചൊടിപ്പിച്ച കാര്യമാണ്. UDFനകത്ത് കോൺഗ്രസിനകത്ത് SNDPയെ അകറ്റുകയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞത്. ഇനി മൂന്നാമത് വരുന്നത് ആന്റോ ആന്റണിയാണ്. പത്തനംതിട്ട MP ആണ്. ഇക്കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പരാജയം ഉറപ്പെന്ന്
കരുതി കൂട്ടിയതാണ്. കാരണം അനിൽ ആന്റണിയോട് മത്സരിക്കുന്നു, തോമസ് ഐസക് മത്സരിക്കുന്നു. പക്ഷെ ആന്റോ ആന്റണിയും കേരളത്തിലെ ആ UDF തരംഗത്തിൽ കയറിപ്പോവുകയും ചെയ്തു. എം കെ രാഘവനും 3 തവണയായിട്ട് കോഴിക്കോട് MP ആണ്. അദ്ദേഹം ഓരോ തവണയും ഭൂരിപക്ഷം കൂട്ടിക്കൊണ്ടുവരികയാണ്. കോഴിക്കോട്ടുകാര് രാഘവേട്ട എന്ന് മുഴുവൻ വിളിക്കില്ല, അത്രയ്ക്ക് പ്രിയപ്പെട്ടവനായി തീർന്ന ആളാണ് എം കെ രാഘവൻ. ആദ്യം മത്സരിക്കുമ്പോൾ വളരെ തുച്ഛമായ വോട്ടുകൾക്കാണ് വിജയിച്ചു പോയതെങ്കിൽ പിന്നീട് ഭൂരിപക്ഷം ഉയർത്തിക്കൊണ്ടുവരികയാണ് ചെയ്തത്. എം കെ രാഘവനെ പോലുള്ള ഒരാളെ കേരള രാഷ്ട്രീയത്തിൽ കിട്ടുകയും മന്ത്രിയാവാൻ ഇടവന്നാൽ അത് വളരെ മികച്ച നേട്ടമുണ്ടാക്കാൻ, ആ വകുപ്പിന് തന്നെ വലിയ നേട്ടമുണ്ടാക്കിയെടുക്കാൻ കഴിയും എന്നാണ് കണക്ക് കൂട്ടുന്നത്. മറ്റൊരാളാണ് ചാലക്കുടി MP ആയ ബെന്നി ബെഹനാനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഉമ്മൻചാണ്ടിയെ ഏതു തരത്തിൽ ഉപദ്രവിച്ചിട്ടുള്ള ആളാണെന്നും അവസാന നിമിഷത്തില് ഉമ്മൻചാണ്ടിയോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ എതിരെയൊക്കെ നിന്നിട്ടുള്ള കാര്യങ്ങൾ ഏവർക്കും അറിയാവുന്നതാണ്. ബെന്നി ബെഹനാനും കാര്യസാധ്യത്തിന് വേണ്ടി എവിടെ അടുക്കുകയും മറ്റുള്ളവരെ തഴയുകയും ചെയ്യുന്ന കൂട്ടത്തിലാണ്. ബെന്നി ബെഹനാനും കേരള രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിൽ ഒരുപക്ഷെ ഇത് ഹൈക്കമാൻഡിന്റെ അന്തിമ തീരുമാനം ഉണ്ടാകണം. അവിടെ നിന്ന് KC വേണുഗോപാൽ എത്രത്തോളം കളിക്കുമോ അതിനനുസരിച്ചുള്ളവരെ മാത്രമായിരിക്കും കൊണ്ടുവരുന്നത്. ഇനി മറ്റൊന്ന് അടൂർ പ്രകാശ് ആയിരിക്കും. അടൂർ പ്രകാശിനാണ് ഏറെ സാധ്യത ഉള്ളത്. അദ്ദേഹം എന്തായാലും കേരള രാഷ്ട്രീയത്തിലേക്ക് മടങ്ങും. 2019 അദ്ദേഹത്തെ കോന്നിയിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന് ആറ്റിങ്ങൽ നിർത്തി മത്സരിപ്പിച്ചു. യാതൊരു താല്പര്യവുമില്ലാതാണ് വന്നത്. കോന്നി വളരെ സുരക്ഷിതമായി കോൺഗ്രസിന്റെ കൈകളിൽ ഇരിക്കുകയായിരുന്നു. ആറ്റിങ്ങൽ വന്ന് അടൂർ പ്രകാശ് വിജയിച്ചു. കോന്നിയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നു. അത് CPM കൊണ്ടുപോവുകയും ചെയ്തു. അങ്ങനെ കയ്യിലിരുന്ന സീറ്റ് പലപ്പോഴും കോൺഗ്രസ്സുകാർ കൊണ്ടുപോയി CPMന്റെ കൈകളിൽ കൊടുത്തു. വട്ടിയൂർക്കാവിൽ ഇത് തന്നെയാണ് സംഭവിച്ചത്. K മുരളീധരന്റെ കൈകളിൽ സുരക്ഷിതമായിരുന്നു വട്ടിയൂർക്കാവ്. അവിടെ നിന്ന് വടകരയിലേക്ക് വിട്ടു. അപ്പോൾ എന്ത് ചെയ്തു? VK പ്രശാന്തിനെ CPM ഇറക്കി. ഒരു സമയത്ത് 3ാം സ്ഥാനം വരെ പോയിരുന്ന CPM VK പ്രശാന്തിനെ ഇറക്കി കഴിഞ്ഞപ്പോൾ തിരുവനന്തപുരം നഗരസഭയുടെ ബ്രോ എന്ന വിശേഷണത്തോടുകൂടി നിൽക്കുന്ന പ്രശാന്ത് വന്ന് വട്ടിയൂർക്കാവിനെ ഏറ്റെടുത്തു. ഉപതെരഞ്ഞെടുപ്പിലും പിന്നെ അത് കഴിഞ്ഞ് 2021 തെരഞ്ഞെടുപ്പിലും പ്രശാന്ത് വിജയിക്കുകയും ചെയ്തു. ഇനിയിപ്പോ അത് മണ്ഡലം തിരിച്ചു പിടിക്കാൻ അല്പം പ്രയാസപ്പെടും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് മുരളീധരൻ നിയമസഭയിലേക്ക് വട്ടിയൂർക്കാവിൽ മത്സരിക്കുന്നില്ല ഇവിടെ നിന്ന് എന്ന് തീർച്ചപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അടൂർ പ്രകാശിന് ഇതുപോലെ കോന്നി നഷ്ടപ്പെടുത്തിയതാണ്. 2024 അദ്ദേഹം പറഞ്ഞു എനിക്ക് മത്സരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ്. കാരണം കോൺഗ്രസ് ഹൈക്കമാൻഡിന് ചിലരെ കേരളത്തിൽ നിന്ന് ഒതുക്കണം. അതിനു വേണ്ടി ഉള്ള കളിയാണ്. അടൂർ പ്രകാശിനെ പക്ഷെ ഒതുക്കിയാൽ അത് ഒരു സമുദായത്തെ തന്നെ ഒതുക്കുന്നതിന് തുല്യമാണ്. കാരണം UDFനകത്ത് കോൺഗ്രസിലെ ഈഴവ സമുദായത്തിന് വലിയ പ്രാതിനിധ്യമില്ല. തൃപ്പൂണിത്തറയിൽ നിന്ന് K ബാബു മാത്രമാണുള്ളത്. K ബാബു അടുത്ത തവണ തെരഞ്ഞെടുപ്പ് മത്സര രംഗത്ത് ഉണ്ടാകത്തില്ല. അദ്ദേഹം മത്സരിക്കാൻ ഇറങ്ങില്ല. ഇപ്പോൾ സ്വരാജിനെ പരാജയപ്പെടുത്തിയാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. അപ്പോൾ അടൂർ പ്രകാശിന് ഇപ്പോൾ UDF കൺവീനറുമാണ്. അതുപോലെ തന്നെ ഈഴവ സമുദായത്തിന് വേണ്ടത്ര പ്രാതിനിധ്യം ഇല്ല എന്ന് വെള്ളാപ്പള്ളി നിശിതമായ വിമർശനം നടത്തുന്നുണ്ട്. പറവൂർ VD സതീശനെതിരെ രംഗത്ത് വരികയും ഒക്കെ ചെയ്യുന്നുണ്ട്. ആ സാഹചര്യം കണക്കിലെടുക്കുമ്പോൾ അടൂർ പ്രകാശിന് തീർച്ചയായിട്ടും ഹൈക്കമാൻഡ് പച്ചക്കൊടി കാണിച്ചിരിക്കും. അടൂർ പ്രകാശ് മുമ്പ് റവന്യൂ മന്ത്രിയുമായിരുന്നിട്ടുണ്ട്. അപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ അടൂർ പ്രകാശിനെ ആവശ്യമാണ്. മറ്റൊന്ന് രാജ്മോഹൻ ഉണ്ണിത്താന്റെ ഒരു അമിത മോഹമാണ്. നിന്നിടത്തെല്ലാം പരാജയപ്പെട്ട് തലശ്ശേരിയിലൊക്കെ മത്സരിച്ചതാണ്. ഒടുവില് കാസർഗോഡെത്തി. അവിടെ അന്ന് കേരളത്തിലെ UDF തരംഗത്തില് അങ്ങ് രാജ്മോഹൻ ഉണ്ണിത്താനും കാസർഗോഡ് നിന്ന് വിജയിച്ചു. പിന്നെ 24ലും വിജയിച്ചു. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇനിയിപ്പോൾ അവിടെ ഉദുമ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് കേരള നിയമസഭയിലെത്തി ഒരു മന്ത്രിയാകാം എന്നുള്ള മോഹം പൂണ്ടങ്ങനെ നിൽക്കുകയാണ്. ഇതിൽ എത്ര പേർക്ക് ഹൈക്കമാൻഡ് അനുമതി കൊടുക്കും എന്നുള്ളതാണ് ഇനി അറിയേണ്ട കാര്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.